എന്തുകൊണ്ടാണ് കൊല്ലാൻ പറ്റിയെന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹത്തെ മതക്കോടതിയിലാണ് ആദ്യം, സാൻ ഹെഡ്രിൻ എന്ന് പറയുന്ന ജൂത മതക്കോടതിയിലാണ് കയഫസ് എന്ന് പറയുന്ന അന്നത്തെ ഹൈ പ്രീസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ വിസ്തരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും, പുള്ളി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. പുള്ളി എല്ലാം, യേശു പറയുന്ന എല്ലാം തറുതലയാണ് മറുപടി. ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയില്ല. മനസ്സിലായില്ല? അപ്പോൾ നീ രാജാവാണോ? അപ്പോൾ ഉദാഹരണമായിട്ട് പൈലറ്റിൻ്റെയൊക്കെ ചോദിച്ചു, നിങ്ങൾ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ രാജ്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ രാജ്യം ഇവിടെയല്ല, അങ്ങനെയൊക്കെയുള്ള മറുപടികളാണ് പുള്ളി പറയുന്നത്. ഇനി വേറെന്ത് ചോദിച്ചാൽ നിങ്ങൾ അതാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് പറയുക. ദർ ഇസ് നോ സ്ട്രെയിറ്റ് ആൻസർ. അപ്പോൾ ഒരു സോൾജിയർ യേശുവിൻ്റെ കർണത്തടിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണോ പുരോഹിതന്മാരോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. മനസ്സിലായി? അപ്പോൾ യേശു എന്താ മറുപടി പറഞ്ഞു? യേശു എന്താ ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും കർണത്തടിക്കുകയാണെങ്കിൽ മറ്റേ കർണോടെ കാണിച്ചു കൊടുക്കാനാണ്. യേശു യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് എന്താണ്? യേശു ഇയാളെ ചൂടാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നീ എന്തിനാണ് എന്നെ കർണത്തടിച്ചെന്നാണ് ചോദിക്കുന്നത് യേശു, സുവിശേഷ പ്രകാരം. അപ്പം യേശുവിന് ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് ബാധകമല്ല.